وأنزل من السماء ماء أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. ബഹുമാനപ്പെട്ട കേരള നദുവത്തുൽ മുജാഹിദീൻ പ്രസിഡന്റ് ടി പി അബ്ദുള്ള കോയ മദനി, വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും. സർവേശ്വരനായ സ്രഷ്ടാവിൽ നിന്നുള്ള, അള്ളാഹുവിൽ നിന്നുള്ള സമാധാനമുണ്ടാകട്ടെ. അവിശ്വാസത്തിൽ നിന്നും വിശ്വാസത്തിലേക്കും, അധർമ്മത്തിൽ നിന്നും ധർമ്മത്തിലേക്കും, അനീതിയിൽ നിന്നും നീതിയിലേക്കും, തിന്മയിൽ നിന്നും നന്മയിലേക്കും, അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്കും പ്രപഞ്ചനാഥനായ സ്രഷ്ടാവിൻ്റെ സന്ദേശത്തിലൂടെ മനുഷ്യ സമൂഹത്തെ നയിക്കുകയും അവരെ പരിവർത്തിപ്പിക്കുകയും സംസ്കരിക്കുകയും ഉയർത്തുകയും അവർക്ക് അറിവ് പകർന്നു കൊടുക്കുകയും അവരെ മനുഷ്യരാക്കി തീർക്കുകയും ചെയ്യുക എന്ന മഹത്തായ ലക്ഷ്യത്തിനു വേണ്ടി, അതിലൂടെ മനുഷ്യ സമൂഹത്തിന് ഇഹലോക പരലോക വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ അവരെ പ്രാപ്തരാക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന കേരള നദുവത്തുൽ മുജാഹിദിൻ്റെ 7ാം സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന പ്രചരണ പരിപാടിയാണിത്. അതുകൊണ്ട് ഈ ലക്ഷ്യമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യമായതിനാലാണ് മാനവമോചനം സ്രഷ്ടാവിൻ്റെ സന്ദേശം എന്ന വിഷയം തിരഞ്ഞെടുത്തിരിക്കുന്നത്. മാനവമോചനം എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് ഇഹലോകത്തിലെ പട്ടിണിയിൽ നിന്നും, കടക്കേണിയിൽ നിന്നും, ദാരിദ്ര്യത്തിൽ നിന്നുമുള്ള മോചനമല്ല, മറിച്ച് മരണാനന്തരമുള്ള അനശ്വരമായ പരലോകത്തിലേക്കുള്ള മോചനമാണ്. പലരും ഒരു ചോദ്യം ചോദിക്കുന്നു, നിങ്ങൾക്ക് ഇഹലോകത്തെ സംബന്ധിച്ച് പറയാനില്ലേ എന്ന് പലരും ചോദിക്കാറുണ്ട്. മരണാനന്തരം ഖബറുകളിൽ മണ്ണായി തീർന്ന മനുഷ്യനെ എങ്ങനെയാണ് പ്രപഞ്ചനാഥനായ സ്രഷ്ടാവിന് സൃഷ്ടിക്കുവാൻ കഴിയുന്നത്? എങ്ങനെയാണ് രഹസ്യമായി നാം ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹുവിന് കാണുവാൻ കഴിയുന്നത്? രഹസ്യമായി നാം പറയുന്ന കാര്യങ്ങൾ അള്ളാഹുവിന് കേൾക്കുവാൻ കഴിയുന്നത്? ഇത്തരത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ആളുകൾ ഉന്നയിക്കുന്നത് കൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് പരലോകം മിഥ്യയല്ല, യാഥാർത്ഥ്യമാണ് എന്ന വിഷയമാണ്. ഖബറുകളിൽ കിടക്കുന്ന മനുഷ്യനെ, മണ്ണായി തീർന്ന മനുഷ്യനെ വീണ്ടും അള്ളാഹുവിന് സൃഷ്ടിക്കാൻ കഴിയുമെന്നത് ശാസ്ത്രത്തിൻ്റെയും യുക്തിയുടെയും അടിസ്ഥാനത്തിൽ വിശദീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ലോകത്ത് ജീവിക്കുന്ന ഒട്ടുമിക്ക മനുഷ്യരുടെയും മനസ്സുകളിൽ മനോഹരമായൊരു സ്വപ്നമുണ്ട്, സ്വന്തമായൊരു വീടുണ്ടാവുക എന്ന സ്വപ്നം. ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ മനുഷ്യനൊരുക്കമാണ്. അതിനായി മാതാപിതാക്കളെയും ബന്ധുക്കളെയും ഇണകളെയും സുഹൃത്തുക്കളെയും വിട്ടുപോകാൻ അവൻ സന്നദ്ധനാണ്. അതിനായി നാടും വീടും പരിസരവും രാജ്യവും വിട്ട് വിദൂരമായ പ്രദേശങ്ങളിലും ചുട്ടുപൊള്ളുന്ന മരുഭൂമികളിലും ഭൂമിയുടെ ആഴങ്ങളിലുള്ള ഖനികളിലും പോയി വിയർപ്പൊഴുക്കുവാൻ അവൻ സന്നദ്ധനാണ്. അങ്ങനെ അധ്വാനിച്ച് സ്വരൂപിച്ചു വെക്കുന്ന പണം കൊണ്ട് അവൻ വീട് പണി ആരംഭിക്കുന്നു. വീട് പണി ആരംഭിച്ച ശേഷം ചിന്തകളൊക്കെ അതിനെക്കുറിച്ച്, അതിലെ വാതിലുകളെയും ജനാലകളെയും ഘടിപ്പിക്കേണ്ട വിജാഗിരികളെയും നിലത്തിടേണ്ട ടൈൽസുകളെയും പൂശേണ്ട നിറങ്ങളെയും എല്ലാം കുറിച്ചായിരിക്കും ചിന്ത. അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യരിലൊരാൾ തൻ്റെ കഴിവിനനുസരിച്ച് വീട് പണി മനോഹരമായി പൂർത്തിയാക്കി ഗൃഹപ്രവേശനത്തിൻ്റെ തലേന്ന് അവസാനത്തെ മിനുക്കുപണികളിൽ ഏർപ്പെടുമ്പോൾ വൈദ്യുതി ലൈനിൽ നിന്നുള്ള ആഘാതമേറ്റ് അയാൾ മരണപ്പെടുന്നു. എത്രമാത്രം വേദനാജനകമായ സംഭവമാണിത്! കുറച്ചു നാളുകൾക്ക് മുൻപ് പത്രങ്ങളിൽ നാം വായിച്ചതാണ്. ഒന്നും ശാശ്വതമല്ലെന്നും മണ്ണിൽ നിന്നും ജനിച്ച മനുഷ്യൻ മണ്ണിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടതാണെന്നും നമ്മെ ഓർമ്മപ്പെടുത്തിയ സംഭവമായിരുന്നില്ലേ ഇത്? മരണത്തിനേത് നിമിഷവും നമ്മിൽ നിന്നും കവർന്നെടുക്കുവാനും ഭൂമി കുലുക്കങ്ങൾക്കും പേമാരികൾക്കും സുനാമികൾക്കും തകർക്കുവാനും സാമ്പത്തിക തകർച്ചയ്ക്ക് നമ്മിൽ നിന്നും പിടിച്ചെടുക്കുവാനും സാധിക്കുന്ന ഇഹലോകത്തിലെ നശ്വരമായ വീടിനു വേണ്ടി സർവസ്വം ത്യജിക്കുന്ന മനുഷ്യൻ എന്തുകൊണ്ടാണ് അനശ്വരമായ പരലോകത്തിലെ വീട് ഭദ്രമാക്കാൻ ശ്രമിക്കാത്തതെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിന് യഥാർത്ഥത്തിൽ ഒരു അവസാനമുണ്ടോ എന്ന സംശയമാണ്. ലോകത്തിന് ഒരവസാനമുണ്ടെങ്കിൽ മാത്രമല്ലേ വീണ്ടും ഒരു ലോകമുണ്ടാക്കിക്കൊണ്ട് അള്ളാഹുവിന് നമ്മെ സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം മാതാപിതാക്കൾക്ക് ലഭിച്ച ഏക സന്തതി, അവരുടെ സ്വപ്നങ്ങളും സങ്കല്പങ്ങളും അവളെക്കുറിച്ചായിരുന്നു. അവരുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അവളെ സംബന്ധിച്ചായിരുന്നു. അവരുടെ സമ്പത്തും ധനവും അവൾക്ക് വേണ്ടിയായിരുന്നു. അങ്ങനെ അവരുടെ പ്രതീക്ഷകളുടെ കേന്ദ്രബിന്ദുവായ പൊന്നുമകൾ ഒരു ദിവസം പ്രഭാതത്തിൽ എഴുന്നേൽക്കെ കട്ടിൽ നിന്നും നിലത്ത് വീണ് അസഹ്യമായ വേദന അനുഭവപ്പെട്ടെങ്കിലും അത് ഗൗനിക്കാതെ സ്കൂളിൽ പോയി പിന്നീട് വേദന കൂടുകയും
ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് മരണപ്പെടുകയും ചെയ്തു. പ്രഭാതത്തിൽ മാതാപിതാക്കളുടെ നടുവിൽ കിടന്നുറങ്ങിയ പൊന്നുമകൾ രാത്രിയായപ്പോഴേക്കും ചിതയിൽ എരിഞ്ഞടങ്ങിയ ഭയാനകമായ സംഭവം. കുറച്ചാഴ്ചകൾക്ക് മുൻപ് നമ്മുടെ മനസ്സുകളെ പിടിച്ചു കുലുക്കിയ ഒരു ചിത്രം പല പത്രങ്ങളും പ്രസിദ്ധീകരിച്ചിരുന്നു. ഇറാഖിലെ ഒരു മാതാവ് തൻ്റെ കുട്ടിയെ സ്കൂളിൽ കൊണ്ടുപോയി തിരിച്ചു വരുമ്പോൾ തീവ്രവാദികൾ ആ കുട്ടിക്ക് നേരെ നിറയൊഴിക്കുകയും മരിച്ചു വീണ തൻ്റെ പ്രിയപ്പെട്ട മകന്റെ പുറത്ത് കിടന്നുകൊണ്ട് ആ കൈകൾ ആ കുഞ്ഞുമുഖം അമർത്തിക്കൊണ്ട് ആ കുഞ്ഞു കണ്ണുകൾ തന്നെ തുറന്നൊന്ന് നോക്കുമോ എന്ന പ്രതീക്ഷയിൽ, നിശ്ചലമായ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി വിടരുമോ എന്ന പ്രതീക്ഷയിൽ, നിശ്ചലമായ നാവ് തന്നെ ഉമ്മ എന്ന് വിളിക്കുമോ എന്ന പ്രതീക്ഷയിൽ, ആ നിശ്ചലമായ കരങ്ങൾ തന്നെ വാരിപ്പുണരുമോ എന്ന പ്രതീക്ഷയിൽ ആ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന മാതാവിൻ്റെ ചിത്രം നമ്മുടെ മനസ്സുകളിൽ നിന്നും ഒരുപാട് നാളത്തേക്ക് മാഞ്ഞു പോവുകയില്ല. ഇതുപോലെയാണ് മരണം. ആ സ്കൂളിലേക്ക് പോകുമ്പോൾ മാതാവ് ഒരിക്കലും കരുതിയിരിക്കില്ല നിമിഷങ്ങൾക്കുള്ളിൽ മകൻ എനിക്ക് നഷ്ടപ്പെടുമെന്ന്. മകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്വന്തം നെറ്റിത്തടം ഒരു കാസിനോ കമ്പനിക്ക് ആയുഷ്കാലത്തിലേക്ക് പരസ്യത്തിന് നൽകിയൊരു അമേരിക്കൻ വനിതയെ സംബന്ധിച്ച് ഞാൻ വായിക്കുകയുണ്ടായി. ഇഹലോകത്തിലെ സന്താനങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ അനശ്വരമായ പരലോകത്തിലെ സന്താനങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ എന്തുകൊണ്ട് മാതാപിതാക്കൾ ശ്രമിക്കുന്നില്ല എന്ന് ചോദിച്ചാലും ഖബറുകളിൽ മണ്ണായിത്തീർന്ന മനുഷ്യനെ എങ്ങനെയാണ് അള്ളാഹുവിന് സൃഷ്ടിക്കാൻ കഴിയുന്നത് എന്ന സംശയമാണ് കാരണം. മകൻ ഡോക്ടറാകണമെന്ന് ആഗ്രഹിച്ച പിതാവ്, ആ ആഗ്രഹം സഫലീകരിക്കാൻ ശ്രമിച്ച മകൻ, അങ്ങനെ MBBS അഡ്മിഷൻ ലഭിച്ച് കോഴ്സും പൂർത്തിയാക്കി പരീക്ഷയും എഴുതി. പരീക്ഷയിലും ജയിച്ച് ഹൗസ് സർജൻസി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടുകാരോടൊത്ത് കടലിൽ കുളിക്കുവാൻ പോയ സന്ദർഭത്തിൽ ആ ജീവൻ തിരമാലകൾ കവർന്നെടുത്തു. കുഞ്ഞുനാൾ മുതൽ ഉന്നതമായ ബിരുദങ്ങളും സ്ഥാനങ്ങളും സ്വപ്നം കണ്ട് നിരന്തരമായ പഠനങ്ങളും ഉറക്കമിളച്ചുള്ള രാത്രികളും കോച്ചിങ് ക്യാമ്പുകളും എൻട്രൻസ് പരീക്ഷകളും കഴിഞ്ഞ് പ്രതീക്ഷിച്ച കോഴ്സിന് പ്രവേശനം ലഭിച്ച് കോഴ്സും പൂർത്തിയാക്കി പരീക്ഷയും എഴുതി ഫലം കാത്തിരിക്കുമ്പോൾ ആ സ്വപ്നങ്ങൾ മരണം തല്ലിത്തകർത്ത എത്രയോ സംഭവങ്ങളാണ് ഞാൻ നിരന്തരം വായിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും എൻ്റെ ഇഹലോകത്തിലെ ഉന്നതമായ സ്ഥാനങ്ങൾക്കും ബിരുദങ്ങൾക്കും വേണ്ടി ശ്രമിക്കുന്നതോടൊപ്പം അനശ്വരമായ പരലോകത്തിലെ ഉന്നതമായ ബിരുദങ്ങൾക്ക് വേണ്ടി എന്തേ മനുഷ്യൻ ശ്രമിക്കുന്നില്ല എന്ന് ചോദിച്ചാലും ഇഹലോകത്തിന് ശേഷം ബദലായിട്ട് മറ്റൊരു പരലോകമുണ്ടോ എന്ന സംശയമാണ് കാരണം. ലോകപ്രസിദ്ധമായ ബിസ്ക്കറ്റ് കുത്തക കമ്പനിയായ ബ്രിട്ടാനിയുടെ അധിപനായിട്ടും ശിരസിന്റെ മുകളിലും പാദങ്ങൾക്ക് കീഴെയും സ്വർണ്ണവും ഭാരമുണ്ടായിട്ടും ഭാര്യയുടെയും സന്താനങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സാമീപ്യമില്ലാതെ ഒരു MBBS ഡോക്ടറിന്റെ പോയിട്ട് ഒരു നഴ്സിന്റെ പോലും പരിചരണം ലഭിക്കാതെ കുപ്രസിദ്ധമായ തീഹാർ തടവറയിൽ രക്തം ഛർദ്ദിച്ച് മരിക്കേണ്ടി വന്ന ആ വ്യവസായ പ്രമുഖന്റെ ദാരുണമായ അന്ത്യമുണ്ടല്ലോ. പരലോകത്തെ വിസ്മരിച്ചുകൊണ്ട് അന്ധമായിട്ട് സമ്പത്തിന്റെ പിന്നാലെ പോകുന്ന ആളുകളുടെ കണ്ണുകൾ തുറപ്പിക്കേണ്ടതാണ്. സമ്പത്ത് കൊണ്ട് നാം ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അധികാരമുണ്ടാക്കണമെന്നും സ്വാധീനം ഉറപ്പിക്കണമെന്നും മണിമന്ദിരങ്ങളിൽ താമസിക്കണമെന്നും ആഡംബര വാഹനങ്ങളിൽ നടക്കണമെന്നുമെല്ലാം. എന്നാൽ അള്ളാഹു അനുഗ്രഹിക്കുന്നില്ല എങ്കിൽ സമ്പത്ത് നമുക്ക് ഉപകരിക്കില്ല എന്ന് ഞാൻ ഈ പറഞ്ഞ ഉദാഹരണവും വർഷങ്ങളായിട്ട് റഷ്യയിലെ തടവിൽ കഴിയുന്ന റഷ്യയിലെ ഏറ്റവും ധനികനായ മനുഷ്യന്റെ ആ ദാരുണമായ അനുഭവം നമ്മെ ഓർമ്മപ്പെടുത്തേണ്ടതാണ്. ഏറ്റവും രുചികരമായ ഭക്ഷണം കഴിക്കുവാനുള്ള സാമ്പത്തിക ശേഷിയുണ്ടായിട്ടും നാവിന് രുചികരമായ യാതൊന്നും കഴിക്കുവാൻ ഡയബറ്റീസും മറ്റ് അസുഖങ്ങൾ മൂലം കഴിയാത്ത എത്രയോ ധനികരെ നമുക്കറിയാം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൈസൽ ഗിനാ ബികത്റത്തിൽ അർദി വലകിന്നൽ ഗിനാ ഗിനാ നഫ്സി. ഭൗതിക വിഭവങ്ങളുടെ ഐശ്വര്യമല്ല യഥാർത്ഥ ഐശ്വര്യം, മനസ്സിന്റെ ഐശ്വര്യമാണ് എന്ന്. ഒരുപാട് നേരം കണ്ണാടിയുടെ മുൻപിൽ നിന്നും സൗന്ദര്യം ആസ്വദിക്കുന്ന മനുഷ്യൻ, ഒരുപാട് സമയമെടുത്തവൻ ചീകി വെക്കുന്ന തലമുടി അവൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും പൊഴിയുകയും നരയ്ക്കുകയും ചെയ്യുന്നു. വിലയേറിയ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ കൊണ്ട് മിനുസപ്പെടുത്തുന്നവന്റെ ചർമ്മങ്ങൾ എത്ര പിടിച്ചു നിർത്തുവാൻ ശ്രമിച്ചാലും അതിൽ ചുളിവുകൾ വീഴുന്നു. അവന് പ്രിയങ്കരമായ കാഴ്ചശക്തിയും കേൾവിശക്തിയും കുറയുകയും ചിലപ്പോൾ തീർത്തുമില്ലാതെയാവുകയും ചെയ്യുന്നു. അവസാനം കബറുകളിൽ കിടക്കുമ്പോൾ അവൻ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന അവന്റെ ശരീരത്തെ പുഴുക്കൾ കാർന്നു തിന്നുകയാണ്. മനോഹരങ്ങളായ കണ്ണുകളുടെ സ്ഥാനത്ത് 2 കുഴികളും തൊടുത്ത കവിളിന്റെ സ്ഥാനത്ത് എല്ലും. അങ്ങനെ അവനൊരു അസ്ഥിപഞ്ചരമായിട്ട് തീരുന്നു. ഈ ലോകത്തുള്ള സർവസ്വവും നശിക്കുന്നു. ശിരസുയർത്തി നിന്ന് വൻ വൃക്ഷങ്ങൾ ചിതലരിച്ച് തീരുന്നതും വൻ യന്ത്രങ്ങൾ തുരുമ്പെടുത്ത് തീരുന്നതും നാം കാണാറില്ലേ? മരണം എന്ന യാഥാർത്ഥ്യത്തെ വിസ്മരിച്ച് ജീവിക്കുന്നവർ അഗ്നിയിലേക്ക് ആഞ്ഞെടുക്കുന്ന ഈ ആമ്പാറ്റകളെ പോലെയാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മരണത്തെക്കുറിച്ച് നിങ്ങൾ സദാ ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുന്നവരെ അതിനുവേണ്ടി തയ്യാറെടുക്കുന്നുള്ളൂ എന്ന്. ശരാശരി മനുഷ്യ ജീവിതം 60-70 വർഷങ്ങൾ കൊണ്ട് അവസാനിക്കുകയാണ്. ഓരോ നിമിഷം കഴിയും തോറും നാം മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ 13-ാം അധ്യായത്തിൽ 26-ാം വചനത്തിൽ പറയുന്നുണ്ട്, വമൽ ഹയാത്തു ദുനിയാ ഫിൽ ആഖിറതി ഇല്ലാ മതാ. പരലോകവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇഹലോകം എന്ന് പറയുന്നത് ഒരു സുഖാനുഭവമല്ലാതെ മറ്റൊന്നുമല്ല എന്ന്. മഹാസാഗരത്തിൽ വിരലുകൾ മുക്കിയെടുക്കുമ്പോൾ വിരൽ തുമ്പിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു ജലഗണം മാത്രമാണ് ഇഹലോകമെന്നും ആ സാഗരത്തിൽ അവശേഷിച്ചിരിക്കുന്ന അനന്തമായ ജലഗണങ്ങളാണ് പരലോക
പരലോകമെന്നും മനോഹരമായ ഉപമയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ? ഒരു ജലഗണം മാത്രമാകുന്ന ഇഹലോകത്തിനു വേണ്ടി സർവസ്വം ഹോമിക്കുന്നതാണ് ഈ കാലഘട്ടത്തിന്റെ ദുരന്തം. മരുഭൂമിയിലൂടെ നടന്നു നീങ്ങുന്ന വ്യക്തി ചൂടിൽ നിന്നും രക്ഷ നേടാനായിട്ട് തൊട്ടടുത്ത മരത്തിന്റെ ശീതളച്ചായിൽ വിശ്രമിച്ച് അല്പം കഴിഞ്ഞ് നടന്നു നീങ്ങുന്നു. ആ വ്യക്തിക്ക് മരത്തിന്റെ തണലുമായിട്ടുള്ള ബന്ധം എത്ര മാത്രമാണോ, ആ ബന്ധം മാത്രമേ തനിക്കും ഇഹലോകവും തമ്മിലുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനോഹരമായ മറ്റൊരു ഉപമയിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു നിഴല് പോലെ വേഗം മാഞ്ഞു പോകുന്ന, മറഞ്ഞു പോകുന്ന ഇഹലോകത്തിലെ ജീവിതത്തിനു വേണ്ടി സർവസ്വം ഹോമിക്കുന്നതാണ് ഈ കാലഘട്ടത്തിന്റെ ദുഃഖവും. ക്ഷണിക്കാതെ കയറി വരുന്ന അതിഥിയാണ് മരണം. അതാരെ എപ്പോൾ പിടികൂടുമെന്ന് പറയുക സാധ്യമല്ല. മാതാപിതാക്കൾക്ക് മുൻപേ സന്താനങ്ങളെയും, ജ്യേഷ്ഠന് മുൻപേ അനുജനെയും, ഭർത്താവിന് മുൻപേ ഭാര്യയെയും, രോഗിക്ക് മുൻപേ ആരോഗ്യവാനെയും അത് പിടികൂടുന്നു. നിങ്ങൾ ശക്തമായ ഒരു കോട്ടക്കുള്ളിൽ ഒളിച്ചിരുന്നാലും മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യുമെന്ന്